ഓ ലാസ്റ്റ് ഡേ ഗോവയില് ഭയങ്കര ലുക്കായി പോയല്ലോ എന്റെ അപ്പോ അതെ അത് കാണിച്ച് നാനാ പട്ടേക്കർ, സൈഫ് അലി ഖാൻ, അഭിഷേക് ബച്ചൻ, അഫ്താബ്, ഇമ്രാൻ ഹാഷ്മി, ഐശ്വര്യ റായ്, തൃഷ, അതാണ് വിജയ് മാലിയ, എല്ലാരും വന്നിട്ടുണ്ട്. Guys, good morning and welcome to our last vlog from Goa. ഗോവയിൽ നമ്മൾ വിചാരിച്ചതിനും കാട്ടി ഈ തവണ ചൂട് കുറയുമെന്ന് വിചാരിച്ചു ഈ ഒരു മെയ് എൻഡ് ജൂണൊക്കെ ആകുമ്പോഴേക്കും. പക്ഷെ ഭയങ്കര ചൂട്, ഓൾമോസ്റ്റ് 39-40 ഡിഗ്രീസ് ആണ്. സോ രാവിലെ ഒന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഗോവയിലെ ഏറ്റവും ഹൈപ്പ് ഉള്ളതും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റും ലോക്കൽസും വിസിറ്റ് ചെയ്യുന്നതും ഏറ്റവും ടോപ്പ് റിവ്യൂസിൽ നിൽക്കുന്നത്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മോസ്റ്റ് അഫോർഡബിൾ 2 റെസ്റ്റോറൻറ്റ്സ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. അത് മസ്റ്റ് വിസിറ്റ്സ് ആണ്. ഫസ്റ്റ് ഒബ്വിയസ്ലി നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ഗോവൻ താലി, സീ ഫുഡ് താലി ലഞ്ച് ആണ്. ഭയങ്കര സംഭവമല്ല, പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. എസ്പെഷ്യലി അല്ലെ റവ ഫ്രൈഡ് ഫിഷ്. അത് കഴിക്കാൻ ഏറ്റവും പണ്ടുതൊട്ടേ ഉള്ളതാണ് റിഡ്സ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ റിഡ്സ്. അതിപ്പം 2-3 ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ സൗത്ത് ഗോവയിൽ അടുത്തുള്ള ഒരു ബ്രാഞ്ചിൽ തന്നെയാണ് പോകുന്നത്. അവിടെ തന്നെ നമ്മുടെ ബ്ലോഗ് തുടങ്ങാം. ഞാൻ വാങ്ങിയ പുതിയ കോഡ് സെറ്റ് ആണ്, കാണിച്ചു തരാം. നിങ്ങൾ പ്രൈസ് ഗസ് ചെയ്യുക. അല്ലേ, ഇതാണ് ഞാൻ വാങ്ങിയ കോഡ് സെറ്റ്. 3 എണ്ണം വാങ്ങി. എന്ത് റേറ്റ് ആയി കാണും? 3 എണ്ണം എത്രയും കാണും? ഒരെണ്ണത്തിന് ഒരു 850 വെച്ച് ഒരു ഇതല്ലേ, ഇത് നല്ല മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ ആണ്. ഒരെണ്ണത്തിന് ഒരു 850 വെക്ക്, 800 വെക്കാം. ഓക്കെ, അപ്പൊ 2400 3 എണ്ണത്തിന്. എനിക്ക് കിട്ടിയ 3 എണ്ണത്തിന് 900 റുപ്പീസിനാണ്. ഞാൻ ചേച്ചി ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തരുമോന്നൊക്കെ ചോദിച്ചു കുറെ സോപ്പിട്ട് നിങ്ങൾ ഇന്നലെ ഷോപ്പിംഗ് പോയപ്പോ ഞാൻ ഇതിന്റെ പുറകിലായിരുന്നു. 300 രൂപ കോഡ് സെറ്റ്, ഷർട്ട് മാത്രമല്ല. ഗാഡി എങ്ങനെയുണ്ട്? അതാണ് 3 അല്ലേ? എത്രയെന്നറിയാം 3 എണ്ണത്തിന്? 3 എണ്ണം വാങ്ങിയോ? 1000 രൂപയ്ക്ക് 3. ഓ ലാസ്റ്റ് ഡേ ഗോവയില് ഭയങ്കര ലുക്കായി പോയല്ലോ എന്റെ അപ്പോ. മാലയാണ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ മമ്മി, ബാക്കി എന്താ. പക്ഷെ പൊട്ട് ചേരുന്നില്ല, പൊട്ട് മാച്ച് അല്ല ഇതില്. പൊട്ട് പാടില്ല, പറ്റില്ല. എന്തായാലും സൂപ്പർ ഡ്രസ്സിങ്, എല്ലാം മാച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ടോപ്പ്, അതിന് മാച്ചിങ് ആയിട്ടുള്ള ബാഗ്, മോളുടെ മാല അല്ലേ? ആ മോളുടെ ഡ്രസ്സാ ഇത് കാണിച്ചത് തന്നെയാ. ഓക്കെ, പക്ഷെ മാല അടിപൊളി. ഓക്കെ, ഇട്ടത് തന്നെ ഇടണം. അതാണ് പ്രശ്നം. എന്നാ പോയി കഴിക്കാം. കിഡിലൻ മീൽസ് പോയി കഴിക്കാം. മീൽസ്, ഫിഷ് കറി മീൽസ്. ഓക്കെ, വേറൊരു കാര്യം കൂടെ, ഈ ഹോട്ടലിലെ സ്റ്റാഫുകൾ എങ്ങനെയുണ്ട്? വെരി ഗുഡ് സ്റ്റാഫ്. ഇത്രയും നമ്മള് ഒരു കാര്യം അതാ, എന്ത് ചോദിച്ചാലും നോന്നും പറയില്ല. എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് തിരിച്ചു. അതെ, പാതിരാത്രി ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഇത്ര നല്ല സ്റ്റാഫ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഹോട്ടൽ. ഹയാത്ത് ആണെങ്കിലും എല്ലായിടത്തും നല്ലതാണെങ്കിലും ഇത് നമ്മൾ എവിടെയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്റ്റാഫുകളാണ് എല്ലാവരും. വാച്ച്മാൻ തൊട്ട് ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് വരെ. ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്നാൽ നമ്മുടെ കൂടെ നിൽക്കും, എന്തെങ്കിലും നമ്മൾ എടുക്കാൻ സമയക്കില്ല, കൂടെ വന്ന് എടുത്ത് തരും. സെറ്റപ്പ് എലിമെന്റ്സ് ഗോവയിൽ വന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾ നോക്കിക്കോ. സ്റ്റാഫുകളുടെ കാര്യങ്ങൾ 5 അല്ല ഒരു 20 സ്റ്റാർസ് എനിക്ക് കൊടുക്കും. ഞാൻ ഇത്രയും ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല ഹോട്ടൽസ് താമസിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ല പ്രൊഫഷണൽ ബിഹേവിയറാണ്. ഇവരുടെ പ്രൊഫഷണലിൻ്റെ മുകളിൽ ഭയങ്കര കൺസിഡറേഷനാണ്. ഇത്രയും നല്ല സ്റ്റാഫുകൾ എവിടെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യാം സ്റ്റാഫുകളുടെ ബിഹേവിയറിനെ കുറിച്ച്. മോളാണ്, പക്ഷെ ആരും ഇല്ല ഇവിടുത്തെ മോൾസിലൊന്നും, കാലിയാണ്, ഒറ്റ ആളെ കാണില്ല. നമ്മൾ വന്നിരിക്കുന്ന റിഡ്സ് കാൾട്ടൺ ഹോട്ടലിൽ കയറാൻ. ഇവിടെ തിയേറ്ററും ഉണ്ട്. ക്ലാസിക് എന്നാണ് പേര്. 2:45 എന്നിട്ടും ഇവിടെ ക്യൂ ആണ്. അത്രയും തിരക്കാണ് ഇവിടെ. ഞാൻ പണ്ട് വന്ന് കഴിക്കുന്ന പഞ്ചിമിലം കണ്ടാണ്, അത് ഇത്ര ആംബിയൻസ് ഒന്നും ഇല്ല കേട്ടോ. തിരക്കാന്ന് നോക്ക്, എന്ത് ബഹളമാന്ന് നോക്ക്. നല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവമാണ്. എല്ലാ ദിവസവും തിരക്കാണ്. മോളിൽ കണ്ട ആളില്ല, ആ സമയത്ത് റെസ്റ്റോറൻറ്റ് ഫുള്ള്. ഇവിടെ ഒരു ബാർ സ്റ്റൂൾ പോലത്തെ ഒരു ഏരിയ പോലത്തെ ഉണ്ട്. ആംബിയൻസ് ഇസ് റിയലി ഗുഡ്. ഐ യൂസ് ടു കം ഇൻ ദ ഓൾഡർ വൺ.
Panjim. Yeah. We have 6 outlets today in Goa. Okay. 4 in Panjim, one in Porvorim, and this is the 6th one. Amazing. Always a favorite thali in Goa. Thank you so much. Thank you. Super place ആണ്. കിഡിലൻ അല്ലെങ്കിൽ ഗോവയിലെ ഏറ്റവും ഫേമസ് ഗോവൻ താലി. ചോറ്, പ്രോൺസ് കറി, ഇത് പായസം തോന്നുന്നു, ചെറിയൊരു ക്രാബ്, ഇത് ഫിഷ്, ഇത് നമ്മുടെ കക്കറച്ചി, ഇതെന്താ കപ്പയാന്ന് തോന്നുന്നു, ഇത് തോരൻ, സോൻകടി, നല്ല റവ ഫ്രൈഡ് ഫിഷ്. കിട്ടിയാ ഒരു പ്രോൺ കിട്ടിയല്ല ഇനി ഇല്ലാന്ന് പറയുന്നത്. ഡാഡിക്ക് 2 ഉണ്ട്, 2 പ്രോൺ. ചോറും പ്രോൺസ് കറിയും കൂട്ടാം. ആകെ കൂടെ ഒരു പ്രോൺ ഉണ്ട്, അതും കൂടെ വെച്ചേക്കാം. നോക്കട്ടെ, ചോറും പ്രോൺസ് കറിയാ. ഭയങ്കര ക്രീമി ആയിട്ടുള്ള പ്രോൺസ് ആണ്. പക്ഷെ ഞാൻ കഴിച്ചിരിക്കുന്നതിൽ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ഒരു പ്രോൺ കറിയാണ്. ഭയങ്കര എരിവ്. ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. നല്ല തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്, നല്ല മുളക് പൊടിയുണ്ട്. അതിൻ്റെ കൂടെ ഈ റവ ഫിഷ് നോക്കട്ടെ, ബോൺലെസ്സും കൂടെയാണെന്ന് തോന്നുന്നു. നമുക്ക് റവ ഫിഷ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഓ, മേ ബി ഞാൻ ഗോവയിൽ ഇത്ര ദിവസം കഴിച്ചാൽ ബെസ്റ്റ് റവ ഫിഷ്. ക്രിസ്പിയാണ്, അകത്ത് സ്പൈസിയാണ്. ഇത് കണ്ടോ, അകത്ത് സ്പൈസും ഉണ്ട്. ഈ ഫിഷ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഡിഷാണ് ഇവരുടെ ഈ റവ ഫിഷ്. കാരണം അത്രയും ഫിഷി ഫ്ലേവർ കാണത്തില്ല. ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് ഒറ്റ ഒരു ബോളിംഗ് നടത്തിയ സംഭവം തന്നെ. വെറുതെ അല്ല ഇത്രയും തിരക്ക് ഇവിടെ. ഇത് കക്കറച്ചി നോക്കട്ടെ. ഇവിടെ കക്കറച്ചിയിൽ കൂടുതലും മഞ്ഞളിൻ്റെ ഫ്ലേവറാണ്. വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചുകറി ഒന്നുമില്ല, മീൻകറി തന്നെയാണ് ഇവരുടെ ഒഴിച്ചുകറി. നമ്മളെ പോലെയല്ല, നമ്മൾ കൂടുതൽ കക്കാച്ചിങ്ങനെ ഫ്രൈ അല്ല ചെയ്യുന്നത്. ഇവർ ഒരു റോസ്റ്റ് പോലെയാണ് കറി. മഞ്ഞളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. നമ്മുടെ ഒരു മീൻകറിയിൽ കക്കറച്ചിട്ട് വെച്ചിരിക്കുന്ന പോലെ. ശരിക്കും ഒരു മീൻകറിയുടെ ഒക്കെ ഒരു ലുക്കാണ് ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഫുൾ ഫ്ലേവേഴ്സ്ഫുൾ ആണ്, ഭയങ്കര ഫ്ലേവർ കേട്ടോ എല്ലാത്തിനും. എല്ലാവരുടെയും പ്ലേറ്റ് കാലിയായിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മമ്മിയുടെ വെജ് ബിരിയാണി. വെജ് താലി ഇല്ലാട്ടെ ഇവിടെ, കുറച്ചും കണ്ട് ബാക്കിയുള്ളൂ. പായസത്തിനാണ് അടി, പക്ഷെ ഇത് പായസമല്ല. എന്താ ഇത്? അത് തൈര് തരിക്കഞ്ഞിയാ. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ ഡാഡിക്കുള്ള. ഡാഡി കഴിച്ചിട്ടുള്ളത് വേണ്ട. ഡാഡി തരിക്കഞ്ഞി എന്നാ കഴിച്ചിട്ട് അഭിപ്രായം പറ, എങ്ങനെയുള്ളത്? അഭിപ്രായം പറയാനൊന്നുമില്ല, നല്ലതാ. ഞാൻ കഴിച്ചതല്ലേ ഒരെണ്ണം. ഓ, ഒരെണ്ണം ഓൾറെഡി കഴിഞ്ഞല്ലേ? എന്തിന്റെ ടേസ്റ്റാ? ഞാൻ അതായിട്ട് കഴിക്കുന്നത്. എന്തിന്റെ ടേസ്റ്റാ അമ്മി? നല്ല ടേസ്റ്റ്. പായസം പോലെ ഇരിക്കും. മോള് ഓപ്പൺ എയറാ പ്രിയാ. നല്ല വെയിൽ വെള്ളം, AC ഒന്നും ഇല്ല. സൗത്ത് ഗോവയിലുള്ള ഉള്ള മോളാണ്. നമ്മള് വെയിൽ കൊണ്ട് ടാനായി അടിപൊളിയായിട്ടായിരിക്കും പോകുന്നത്. അതെ, ഐസ്ക്രീം കഴിച്ചാലോ? ഐസ്ക്രീം കഴിച്ചാലോ? ബാ, ഡാഡിയും എല്ലാവർക്കും ഷെയർ ചെയ്യാം. ബാ, ഒരെണ്ണം ഷെയർ ചെയ്യാം. നല്ല പേര്, ലണ്ടൻ ഷേക്സ്. വേദുവിന് വേണോ അല്ലേ? ഐസ്ക്രീം വേണ്ട? ആണോ? അടയ്ക്കണം വേദു. ഇവിടെ ഇനി വേദുവും ഡാഡിയുടെയും പ്ലേറ്റ്. ഓ, മമ്മി വന്നപ്പോഴേക്കും ആള് കയറി. ഡാഡി അടിച്ചിട്ട് ഇവിടം വരെ എത്തുന്നില്ലായിരുന്നു. മമ്മിയുടെ ഒറ്റ അടിയിൽ ഇവിടെ വീട്. ഇടയ്ക്ക് ഡാഡി അവിടെ ഡാഡിക്ക് ഇടയ്ക്ക് അടി കൊള്ളും കേട്ടോ അവൻ്റെ ഇത്. ഇതിന്റെ ദേഷ്യമൊക്കെ ഇത് തീരട്ടെ. ഒരു കോയിൻ മെഷീൻ ഇരിക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോയി കളിക്കുന്നുണ്ട്. ഗോവയിൽ ഒരു കൈ നോക്കുന്ന പ്രിയയുടെ ഹോപ്പേ പോയി. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ചോക്ക്, ഇങ്ങനത്തെ ഒരു മോളിൽ ആര് വരാനാ അല്ലേ? ഒന്നും ഇല്ല വാങ്ങാനായിട്ട്. ഒരു 5 ബ്രാൻഡ് 6 ബ്രാൻഡ്, AC ഇല്ല, ഒന്നുമില്ല. ഇതിന് ചിലപ്പോ ആൾക്കാർ വരും. സൂഡിയോ ഉണ്ട് ഇവിടെ കേട്ടാ. വേദു ഇവിടെ ടോയ് ഷോപ്പ്. അതെ, അത് കാണിച്ച് മമ്മി വീട്ടില് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ധൃതിക്കായിരുന്നപ്പോ ലോക്ക് ഇല്ല, പെട്ടി പൂട്ടാൻ. നമ്പർ ലോക്ക് മമ്മിക്ക് അറിയില്ല. പിന്നെ വേറെ നോക്കിയിട്ട് ലോക്ക് ഒന്നും കിട്ടിയില്ല. പെട്ടെന്ന് മമ്മി കണ്ട ഒരു ലോക്ക്. മണിച്ചിത്ര തഴുതിട്ടാണ് ഇതിനകത്ത് എന്താന്ന് വിചാരിക്കും. അല്ല, ഈ ലോക്ക് ഇട്ടാല് കാണുന്നവർ ആരെങ്കിലും അതിൽ എന്തോ സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ
മാത്രല്ലേ ഉള്ളൂ. നോക്കട്ടെ ഏതെങ്കിലും ഒരു പെട്ടി ഞാൻ പോയി അടുക്കള നോക്കിയപ്പോ അടുക്കളയുടെ ഡ്രോയറിൽ ഇതാ കിടക്കണ കണ്ട്. അപ്പൊ അതെടുത്തോണ്ട് പൂട്ടി. അത്രേ ഉള്ളൂ. അത് ഇനി ഫാഷൻ ആയിക്കോളും. അതെ, എല്ലാരും ഇങ്ങനത്തെ ഫുഡായിരിക്കും വാങ്ങുന്നത്. ഒരാൾ വലിയ സ്റ്റൈലില് എനിക്ക് തന്നെ പോവാ അറിയാം. നമ്മൾ ഇന്ന് കോംപ്ലിമെന്ററി ഹൈ ടീ ഉണ്ടല്ലോ എല്ലാ ദിവസവും, അത് കുടിക്കാൻ പോവാന്ന്. സ്റ്റെപ്സിലാണോ വന്നേ? ഓക്കെ. ഹൈ ടീ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എങ്ങനെ ഈ 5000 രൂപയ്ക്ക് ഇത്രയും കൊടുക്കുന്നു. 1 മണിക്കൂറാണ് ഇത്രയും ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ നമുക്ക് കോൾഡ് കോഫി, വെർജിൻ പിനക്കൊളാട, കോക്ടെയിൽസ്, മോക്ടെയിൽസ് എന്ത് വേണമെങ്കിലും അവർ സെർവ് ചെയ്യും അൺലിമിറ്റഡ് ആയിട്ട്. അതല്ലാതെ കുക്കീസ്, ബട്ടർ കുക്കീസ്, പേസ്ട്രി, കോഫി, മസാല ടീ, ഓക്കെ. പിന്നെ ഇവിടെ ചില്ലി ചീസ് ടോസ്റ്റ്, എഗ് പക്കോട, മസാല ഇഡ്ഡലി, ഹണി പെപ്പർ ചിക്കൻ ഫ്രഷായി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇതൊന്നും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണ്ട, റൂമിലൂടെ കോംപ്ലിമെന്ററി ആണ്. അപ്പോൾ അതെ, മമ്മീനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുവാണ്. ഒറ്റപ്പാലത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു പോവാണെന്ന് മമ്മി അല്ലേ? ഓക്കെ. വേദുവിന് സ്വിമ്മിംഗ് പൂളാണ്, പ്രിയ കൂട്ടിലിരിക്കുവാണ്. മമ്മീനെ പോയി വിട്ടിട്ട് നമുക്ക് രാത്രി ഒരു അടിപൊളി സ്ഥലത്തും കൂടെ കഴിഞ്ഞ് ഗോവ, ബാംഗ്ലൂർ എല്ലാം കഴിഞ്ഞു. ഓക്കെ. വിഷമമുണ്ടോ? വിഷമമുണ്ടോ? കരയോ? 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത്. അത് ഈ പ്രായത്തിൽ എന്തിനു കരയുന്നു? കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ വിഷമം തോന്നി. ഇപ്പൊ വിഷമമൊന്നുമില്ല. വിചാരിക്കും ഓ സന്തോഷം 2 ദിവസം എനിക്ക് അടിച്ചു പൊളിക്കാം. ഒരു ദിവസമല്ലേ ഉള്ളൂ, ഒരു ദിവസം ഇല്ല. 2 ദിവസം ഉണ്ടല്ലോ ബാംഗ്ലൂരിൽ നമ്മൾ നിൽക്കില്ലേ? ആ, അത് പോയ സ്ഥലങ്ങളല്ലേ. ഓക്കെ. അപ്പൊ അമ്മയും കൊച്ചിയിലെത്തിയിട്ട് കാണാം. സേഫ് ജേർണി. ഞങ്ങള് നാളെ രാവിലെ പോവും. അപ്പൊ അതിന് മുമ്പ് ചാർജ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കാറ്. വേറെ ഒരെണ്ണം ഇല്ല. ജിയോന്റെ അടിപൊളി ചാർജറാണ്. 15 രൂപയാണ് യൂണിറ്റ് വരുന്നത്. എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു 45% ആണ്, ബാക്കി 60 വാട്ട്സിന്റെ ആണ്. സോ നല്ല സ്പീഡുണ്ട്. വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 40-35 മിനിറ്റിൽ എൻ്റെ ഫുൾ ചാർജ് ആവുക. 80% ആണെങ്കിൽ എനിക്കൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി. സോ നല്ല സ്പീഡുള്ളതാകുമ്പോൾ അടിപൊളിയാവില്ലേ ശരിക്കും. 120 വാട്ട്സിൻ്റെ ഒക്കെ വന്നു കഴിയുമ്പോൾ അടിപൊളിയാവും. അത് ഉടനെ തന്നെ വരും. ഞാൻ കുറച്ച് ഇവരുടെ ഗോയിസിയുടെ ഒക്കെ ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ ഉടനെ വരും എന്ന് പറഞ്ഞു. സോ നമുക്ക് ഡാഡി അകത്ത് പോയി ഇരിക്കാം. ഒരു 40 മിനിറ്റിൽ നമുക്ക് റെഡിയാവും. നല്ല ഹോട്ടലാണ്. റോയൽ ഓർക്കിഡിൻ്റെ റിസോർട്ട് ആൻഡ് സ്പാ ആണ്. ഇവിടെ തന്നെ താമസിച്ച് ആക്ച്വലി ചാർജ് ചെയ്യാനും എളുപ്പമാണ്. നല്ല പൂളുണ്ട്, നേരെ ബീച്ച് ആക്സസ് ഉണ്ട്. ഇതിൻ്റെ അടുത്താണ് ജാമിംഗ് കോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ബാർ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ ചീട്ട് നോക്ക്. അത്യാവശ്യം നല്ലൊരു റിസോർട്ടാണ്. മേ ബി നെക്സ്റ്റ് ടൈം ഇവിടെ താമസിക്കാം. അപ്പോൾ ചാർജിങ്ങും എളുപ്പമാവും. കഴിക്കാൻ 10-20 കിലോമീറ്റർ ഓടിച്ച് വന്നതാണ്. കാരണം ഗോവ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കഴിക്കാതെ പോരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. തിരക്ക് നോക്ക്. വീക്ക് ഡേ നൈറ്റ് ആണ്. വീക്ക് ഡേ നൈറ്റ് ഓൾമോസ്റ്റ് ഓഫ് സീസൺ ആയി. സ്ഥലത്തിന്റെ പേര് ദ വൺ ആൻഡ് ഓൺലി മാർട്ടിൻസ് കോർണർ. സെലിബ്രിറ്റീസ് ഫേവറേറ്റ് പ്ലേസ്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ്. അധികം തിരക്കുണ്ടായിട്ടും സീറ്റിംഗ് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഡെസേർട്സ് ഇവിടുത്തെ സൂപ്പറാണ്. ഗോവൻ ഫുഡ് അടിപൊളിയാണ്. ലാസ്റ്റ് ഡേ ആണ് ഗോവയിലെ. കുറെ ഞാനിത് ചോക്ലേറ്റ് ഡിക്കഡൻസ് എന്തായാലും കഴിക്കും. അല്ലെങ്കിൽ സെറാഡൂറ ഉണ്ടെങ്കിൽ അത് കഴിക്കണം. സെറാഡൂറ ഉണ്ട്, അടിപൊളി. ബബിങ്ക ഉണ്ട്, ആൻഡ് ഡ്രിങ്ക്സ്. എല്ലാവരും ഒരു ജോളി മൂഡ്. ലൈവ് മ്യൂസിക്കും ഉണ്ട്. എന്താ ഒരു വൈബ് ഇല്ലാതിരുന്നാണല്ലോ കാറി വെച്ച് ഉറക്കം തൂങ്ങി. എന്തിനാ അറിയുന്നേ? ഇത് തന്നെയായിരുന്നു. ഇവിടെ വെച്ച് കഴിച്ച സാധനം ഓർമ്മയുണ്ടോ? ഓർഡർ ചെയ്യേണ്ടത്. എന്താ കഴിച്ച? ഓർഡർ ചെയ്യാൻ പോവാ. എന്താ എന്താ ഡാഡി വൈബ് എങ്ങനെയുണ്ട്? ഡാഡി എന്താ വിചാരിച്ചു ഇത്ര ഉള്ളിലാകുമ്പോ ആരും കാണില്ല? അല്ല, അവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ആദ്യം തുടങ്ങിയപ്പോ. ദൂരം ആരെങ്കിലും വരുമോ? ഫുള്ളാ, വീക്ക് ഡേ ഫുള്ളാണ്. ആലോചിച്ച് നോക്ക്. ഇവിടെ ഫസ്റ്റ് ഡാഡി കഴിച്ച സാധനം ഓർമ്മയുണ്ടോ? വേണോ? വേണ്ട. ഒരെണ്ണം കൂടെ? വേണ്ട വേണ്ട. നല്ല ടേസ്റ്റ് അല്ലേ? വേണ്ട വേണ്ട. തന്നെ സ്ക്വിഡ് ബാറ്റർ ഫ്രൈ കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഇതുപോലെ ഉണ്ട്. നമ്മുടെ ഈ ചീറ്റോസിന്റെ എന്തോ ഒരു ഓണിയൻ റിങ്സ് ഒക്കെ വരില്ല, അതുപോലെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഓർഡർ ചെയ്താലും റിവ്യൂ ഒന്നും ഇല്ല. സംഭവം സൂപ്പറാണ്, അത്രേ ഉള്ളൂ. ഒറ്റ ഒരു ഒപ്പീനിയൻ, അടിപൊളി. എന്തോ ഓർഡർ ചെയ്താലും അടിപൊളി അല്ലേ? എങ്ങനെയുണ്ട്? പ്രിയക്ക് ഇതില്ലാതെ മീൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സാധനത്തിനുണ്ടല്ലോ 300 രൂപ. പോർക്ക് ഫ്രൈക്ക് 280 റുപ്പീസേ ഉള്ളൂ. അതെ, പറ്റില്ല. 400 രൂപയ്ക്ക് ഐസ്ക്രീം വാങ്ങിത്തരാം.
300 രൂപയ്ക്ക് ഡ്രിങ്ക്. എനിക്ക് ഡ്രിങ്കിന് പൈസ കൊടുക്കാൻ ഭയങ്കര മടിയാ. ഞാൻ തരാം 300 രൂപ. ഇപ്പത്താ ഗൂഗിൾ പേ ചെയ്യേ. കൊട്ടയായിരിക്കും, കുടിച്ചു നോക്ക്. ആ കൊട്ടയല്ലേ, കൊട്ടയല്ലേ അല്ലേ? എന്താ അത്രേ ഉള്ളു കണ്ട? എന്താടി ആ ഇന്ന് പ്രാഗ്യത് കൊണ്ടാ പൊട്ടയായ. കൊട്ടയാണ് അങ്ങനെ പൊളിക്കും കേട്ടാ. ഇത് പോർക്കാണ്, റോസ് പോർക്ക്. പോർക്ക് അസൂട്ടി എന്നാണ് കണ്ട പേര്. അല്ല, പോർക്ക് അസ്മോളോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. റോസ് പോർക്ക് ഇൻ ഗോവൻ സ്പൈസസ് ആണ്. ലുക്ക് സോ ഗുഡ്. ഇത് ചിക്കൻ ആണ്, ചിക്കൻ അക്സൂട്ടി എന്ന് പറയുന്ന ഇവിടെ ഒരു ഗോവൻ കറിയാണ്. ദാറ്റ് ഓൾസോ ലുക്സ് ഗുഡ്. ആൻഡ് നമ്മുടെ ബേക്ക്ഡ് ഗോവൻ പാവ്, ഒരു പൂരി ഭട്ടൂരയുടെ മിക്സ് ആണ്. ഈ പോർക്ക് ആക്ച്വലി സംഭവമാണ്. ഇത് നല്ല റോസ്റ്റ് ചെയ്ത പോർക്ക്, സ്വീറ്റ്, സാർ, സ്പൈസി എല്ലാ ഫ്ലേവേഴ്സും ആയിട്ടുള്ളതാണ്. കൂടുതൽ ട്യൂമറിക്കും പെപ്പറും വെച്ചുള്ള സംഭവമാണ്. അടിപൊളി. പോക്കിന്റെ ക്വാളിറ്റി നോക്കിക്കേ. ഇവിടെ പ്യോർ മീറ്റ്, ഇവിടെ പ്യോർ ഫാറ്റ്, സ്കിൻ ഒന്നുമില്ല. യു ക്യാൻ സീ ദ സ്പൈസസ്, ഇറ്റ്സ് സോ ഗുഡ്. ഈ സൂട്ടി കറി ആണെങ്കിൽ നമ്മുടെ ഒരു കേരള ചിക്കൻ കറി റോസ്റ്റഡ് കോക്കനട്ട് ബേസിൽ ചെയ്തിരിക്കുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രിയ ഡെസേർട്ട് നോക്കാൻ പോയതല്ലേ? ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തു. ഞാൻ വെറുതെ വിട്ടതാ, നടക്കട്ടെ എന്ന് വിചാരിച്ച്. കോക്കനട്ട് സൂഫ്ലേ മധുരമേ ഇല്ല. ഇല്ല, ഫുള്ളില്ല അല്ലേ? മധുരയില്ല, മധുരയില്ല. എന്തോ ഇവിടെ ഇങ്ങനെ എല്ലാം ഒരു മധുരയില്ലാത്ത ഡെസേർട്ട്സ് കൂടുതൽ. സെറാഡൂറ. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാർലെ ബിസ്ക്കറ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. പൊളിയാണ്, അടിപൊളിയാണ്. ഇതില് കണ്ടൻസ് മിൽക്ക് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഗ്രേറ്റഡ് കോക്കനട്ടും ഉണ്ട്. ഈ കോക്കനട്ടിന്റെ ഫ്ലേവർ ഭയങ്കര ഓവർ പവറിങ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും സ്വീറ്റ്നെസ് തോന്നിക്കാത്തത്. പക്ഷെ ശരിക്കും ഒരു പുഡിംഗ് ആണ്, സൂഫ്ലെ പോലെയല്ല, സ്റ്റെൻഡർ കോക്കനട്ട് പുഡിംഗ്. പക്ഷെ കുറച്ചുകൂടെ എന്താ ഈ കടിക്കാനുള്ള അതിൻ്റെ ഇതുണ്ട്, നാരുണ്ട്. ഇവിടുത്തെ റേറ്റ് എത്ര വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട്, മിനറൽ വാട്ടർ, വെർജിൻ കൊലാഡ എല്ലാം ഓർഡർ ചെയ്തിട്ട് 2189 ആണ് ആയത്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫേവറേറ്റ് റെസ്റ്റോറന്റ് ആണ് ഇത്. ഒരു തവണ ഒറ്റയ്ക്ക് വന്നു, പിന്നെ ഫാമിലി ആയിട്ട് വന്നൊക്കെ വന്നു. പ്രിയയുടെ ആളെവിടെ? പ്രിയയുടെ ആളെവിടെ? ദേ നിൽക്കുന്നു, ദേ ഇവിടെന്ന്. എവിടെ? ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് വല്ല പോസിൽ നിൽക്കുന്നുണ്ടായിരിക്കും. രൺബീർ കപൂർ, നാനാ പട്ടേക്കർ, സൈഫ് അലി ഖാൻ, അഭിഷേക് ബച്ചൻ, അഫ്താബ്, ഇമ്രാൻ ഹാഷ്മി, ഐശ്വര്യ റായ്, തൃഷ, അതാണ് വിജയ് മാലിയ, എല്ലാരും വന്നിട്ടുണ്ട്. വിജയ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ സംഭവല്ലേ ലാസ്റ്റ് ഡേ ഗോ അടിപൊളിയല്ലേ? സെൽഫി എടുക്കാം. എവിടെ? ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അടിപൊളി. എന്തായാലും അടിപൊളി സ്ഥലം അല്ലേ? ഏറ്റവും വൈബുള്ള സ്ഥലം ഗോവയില്. പോവാം, റൂമിൽ പോവാ, പാക്ക് ചെയ്യാ, നാളെ 4 മണിക്ക് യാത്ര തുടങ്ങുക.